ഗൈസ് നമ്മളിപ്പോൾ കയാക്കിങ്ങിന് വന്നേക്കുവാണ്. അടിപൊളിയാണ് കേട്ടോ. ഇരുട്ടായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്. ഒരു അടിപൊളി. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ വളരെ യാദൃശികമായി വന്ന് എത്തിപ്പെട്ടതാണ്. ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് അടുത്തുള്ള നമ്മളിവിടെ നാട്ടിൽ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഒരു മൊമെന്റ് നമുക്ക് കിട്ടിയത് വളരെ യാദൃശികമായിട്ടാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്തതുമല്ല, ഒട്ടും പ്ലാൻഡും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേര് മാത്രമായിട്ട് കയറേണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്ക് കസിൻസ് ഒക്കെ ആയിട്ട് വരായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിലോട്ടായിട്ട് നമ്മൾ വന്നതല്ല. ഈവനിങ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള പേരിൽ ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അതെടുത്ത് പറയണല്ലോ. ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ബാക്കിലുള്ള സരയുത്തീരാണ് കേട്ടോ. നമ്മൾ 3 പേരായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരെണ്ണത്തിലും, പിന്നെ കണ്ണൻ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം മൂവ് ചെയ്തു. കണ്ണൻ വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വരുമ്പോൾ കസിൻസ് ഒക്കെ ആയിട്ട് അത്യാവശ്യം പ്ലാൻ ചെയ്ത് കുറച്ച് നേരത്തെ വരണം. ഇപ്പൊ സമയം ഒരു 6:20 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഇത് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞാൻ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, ഇനി എപ്പോഴൊക്കെ വീട്ടിലോട്ട് വരുന്നു അപ്പോഴൊക്കെ ഈവനിങ് ഒക്കെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. നെക്സ്റ്റ് ടൈം നമുക്ക് സൺറൈസ് ആണ് വരാം. ഏർലി മോർണിംഗ് കുറച്ച് എത്തിയപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇട്ടേക്കുവാണ്. കണ്ണൻ വരുന്നേ ഉള്ളൂ. കണ്ണൻ അവിടെ നിന്ന് ദൂരേന്ന് വരുന്നുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് പതിയെ വരുന്നുണ്ട്. പാവമുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് കസിൻസ് ഒക്കെ ആയിട്ട് വരണം അല്ലെ. അപ്പൊ അങ്ങനെ ഇതുണ്ടല്ലോ, ഇതിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കയറിയവർക്കറിയാം. നമ്മൾ ലെഫ്റ്റിലാണ് തുഴയുന്നതെങ്കിൽ ഇത് റൈറ്റിലോട്ട് പോകും, റൈറ്റിലാണ് തുഴയുന്നതെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ട് പോകും. ഈ 2 സൈഡ് മാറി മാറി തുഴയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് പോകും. ഇതാണ് സംഭവം. ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ തുഴയാതെ ഇരുന്നാൽ മാത്രം മതി. ഇത് സെക്കൻഡ് കയാക്കിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് കയാക്കിന്റെ വീഡിയോ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇവിടെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. മിക്കവർക്കും അറിയായിരിക്കും, പിന്നെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മൈൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഈ ഒരു കയാക്കിംഗ് ലൊക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു ഈവനിങ് വ്യൂവും അമ്പലത്തിൽ നിന്ന് വരുന്ന സന്ധ്യാനാമവും വെടിവഴിപാടിന്റെ സൗണ്ടും എല്ലാം കൂടെ ആകെ മൊത്തം നമ്മുടെ മൈൻഡിനെ അങ്ങ് സെറ്റ് ആക്കി എടുക്കുന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കിട്ടും കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് അറിയാം എത്രത്തോളം മൈൻഡിന് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും വേറെ എന്തൊക്കെയോ ആണ് ഭയങ്കര ഹാപ്പിനെസ്. പക്ഷെ ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതൊരു ചെറിയ മൊമെന്റ് ആയിരിക്കാം, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്, ആ ഒരു എൻജോയ്മെന്റ്, ഇതൊന്നും ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നും രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കിച്ചണിൽ കുറെ കഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, അവിടെ കുറെ കഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, വീണ്ടും അടുക്കളയിൽ കയറുന്നു, അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോലും സമയമില്ലാത്ത ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ഓർക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഒക്കെ വേണ്ടല്ലേ. ഓർക്കാനായിട്ട് ഒരുപാട് ഓർമ്മകൾ വേണം നമുക്ക്. അപ്പൊ ഇതൊക്കെ എന്റെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണ് കേട്ടോ. കുറേ ക്യാഷ് സമ്പാദിച്ചിട്ട് പിന്നെ ആവാം എൻജോയ്മെന്റ് എന്നൊക്കെ വിചാരിച്ചാൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടോ. ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.